ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിലോട്ട് പോവാം. മാജിക് കീ റൂം അടൽ. എന്ത് പറ്റിയടി? ഇല്ലടി, നമുക്ക് പ്ലേസിൽ പോയിരുന്നു മച്ചേ. നമ്മ ക്ലബ് പാർട്ടിക്ക് പോവാ. എന്ത് ക്ലബ്ബാ? ഏത് ക്ലബ് പാർട്ടിയടി? ഇല്ലടി, ക്ലബ്ബല്ല, അതൊരു പാർട്ടി പ്ലേസ്. അവിടേക്ക് ഞങ്ങൾ പോവാ. ക്ലബ് മതി, ഡ്രിങ്ക്സ് വൈനെല്ലാം ഉണ്ട് മച്ചേ. അത് പറഞ്ഞേക്കടി. ശരിയടി. അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ഇല്ലടി, നീന് ഒരു കമ്പനി പറഞ്ഞാൽ കമ്പനി CEO അല്ലേ, അതുകൊണ്ട് പാർട്ടി. അയ്യോ, ഇതൊരു പറഞ്ഞിട്ട് ടെൻഷൻ ആക്കണ്ട, പ്രിയ പറയായിരുന്നു. ശരി ശരി കീർത്തി, വാ പോവാ. റോസ് പറ. എടി മച്ചി, എന്നലേക്ക് പോകണ്ട, വാ റോസി. റോസി വന്നു, ഓടി വന്നു. റോസി ഓടി വന്നു. അതെ, റോസിൻ്റെ പേരാണ് യഥാർത്ഥ കഥയിൽ റോസിയല്ല. എന്നാൽ റോസി എന്ന് വിളിക്കുക കഥയിൽ. അവളെ നിക്ക് നെയിം റോസിയാണത്. പേര് അനു എന്ന്. അനുക്ക് റോസി എന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസി എന്ന് വിളിക്കുക അനുവിനെ. അനു പറയാൻ തുടങ്ങി, മച്ചി നമുക്ക് പോവാ. അനുവും പറയാൻ തുടങ്ങി. പ്രിയ പറയാൻ തുടങ്ങി, കീർത്തി റോസി വാ കൂടെ പോവാ. അങ്ങനെ രണ്ടുപേരും കൂടെ എടുത്തിട്ട് പോയി. ഞാൻ അവിടെ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത് പാട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഫോൺ, അയ്യോ അമ്മ വിളിക്കാറ്, ഞാൻ പുറത്ത് പോയിട്ട് വരാം. അങ്ങനെ ഹീറോയെ പുറത്ത് വന്ന് നോക്കൂ. ഇങ്ങനെ കാറിനിടയിൽ സംസാരിക്കും. ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ പറഞ്ഞ ഒരുപാട് ടയർഡായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായി. എന്ത് പറ്റി? അങ്ങനെ അടുത്ത് വന്നു. എന്ത് പറ്റി? ഫുഡ് വാ. അങ്ങനെയായിട്ട് ആ അങ്കിളോട് കുറച്ച് ടയർഡായി വീണായിരുന്നു. ഒരു ഡ്രസ്സ് പറഞ്ഞ ഒരു മോഡൽ എന്ന് പറഞ്ഞു, രാജാവ് എങ്ങനെ ഇടുന്ന അതേമാതിരി ഡ്രസ്സാണ്. അങ്ങനെ ഹീറോയ്ക്ക് അവിടെ ഒരു ഹോട്ടൽ അറിയും. ഹീറോയിൻ്റെ അങ്കിളുടെ ഹോട്ടൽ അവിടെ തന്നെ ഉള്ളത്. അങ്കിളുടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡെല്ലാം വാങ്ങി കൊടുത്തു. അങ്കിളുടെ ഹോട്ടൽ അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ വന്ന് ചോദിച്ചു, എന്താ പറ്റി, ഇയാൾക്ക് ഇത് പറ്റി? ശരിപ്പാ, ഫുഡും കൊടുത്തു, കുറച്ച് കൂടുതൽ ഫുഡ് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഡെയിലി ഫുഡ് പാക്കിങ് ചെയ്ത് കൊടുത്തു. ഫുഡ് ഇതിങ്ങനെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. ഇവിടെയല്ലേ ഹീറോയിനെ കണ്ടിട്ട് നന്നായിട്ട് വരുമാ എന്ന് പറഞ്ഞു. പിന്നെ അങ്കിളോട് അതൊരു മുത്തശ്ശനായിരുന്നു. അത്ര വയസ്സൊന്നുമില്ല. എന്താ ഇത് കീ, ഇതിൻ്റെ ലൈഫ് പാർട്ട് ഈ കീയിലാണ് കണ്ടുപിടിക്കാൻ പറ്റും എന്നും പറഞ്ഞ് അവിടുന്ന് ആ മുത്തശ്ശൻ പോയി. കീയാ ഒന്നറിയില്ല. ഹീറോയിൻ നല്ല പാർട്ടി ക്ലബ് മാറി പാർട്ടിയായിരുന്നു എൻജോയ് ചെയ്തത്. വിയും കൂടെ അവിടെ വന്നിരുന്നു. പറഞ്ഞ വിയും ഉണ്ടായിരുന്നു. പിന്നെ അതന്നെ, ഹീറോ ഇന്ത്യയിലാണ് പാർട്ടി ചെയ്യുക, വി മാത്രം കൊറിയല്ല ചെയ്യുക. ഇതിലൊരു കാര്യം രണ്ട് മാത്രം ക്ലബ്ബ് വന്നെ. മാത്രം ആ ക്ലബ്ബ് പറഞ്ഞാൽ അതിൻ്റെ വാൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനി ക്ലബ്ബ് വേറെ ഉണ്ട്. മാത്രം ഒരാളാണ് കമ്പനി ഇതാണ്, കൊറിയയിലുണ്ട്. അങ്ങനെയായിട്ട് റോസി പറയാൻ നോക്കി, മച്ചി ഇത് കൊറിയയിലുണ്ട് ഇങ്ങനത്തെ ഒരു കമ്പനി. റോസി പറഞ്ഞു. ഇത് കേട്ട് പ്രിയക്ക് ഷോക്ക്. എന്ത്, ഇങ്ങനത്തെ ഒരു കമ്പനി കൊറിയയിലുണ്ടോ? അതടി, ഇത് കൊറിയയിലുണ്ട്, പിന്നെ ഇന്ത്യയിലുണ്ട്. അത് മാത്രമല്ല അടി, ഇങ്ങനത്തെ കമ്പനി ഇവിടുത്തെ CEO ഇല്ലേ, സിഒ പറഞ്ഞ ഒരു കൊറിയകൾ മാരേജ് വെച്ചു. അതുകൊണ്ട് അവിടെ ഒരു കമ്പനി കെട്ടിയിറക്കും. ഓ അങ്ങനെയാണോ? ശരി, ഓക്കെ. കമ്പനീൻ്റെ ക്ലബ് ഓണർ. ഓ, ലവ് മാരേജാണ്. അതെ. ഹീറോയിൻ കുറച്ച് കുടിച്ചായിരുന്നു. ഇങ്ങനെ സംസാരിക്കുക ഒരാൾ വന്ന് ഹീറോയിനെ, ശരി ഇവളെ എനിക്ക് പ്രപ്പോസ് അപ്സേജില്ല, ഇവളെ എനിക്ക് എങ്ങനെ നന്നായിട്ട് വേണം പറഞ്ഞു ആ ജ്യൂസ് കുടിക്കുന്ന വൈനിൽ അവൾ ഒരു ടാബ്ലറ്റ് കളിക്കി. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയെ കുടിച്ച് അങ്ങനെ കുറേ മാതിരിയായി. പിന്നെ അവന് അവിടുന്ന് ഇങ്ങനെ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും, ഹീറോയിനെ കാണല്ലോ. അയ്യോ, അവൾ മിസ്സായി. ഹീറോയിൻ റൂം തുറന്ന് മാജിക് യൂസ് അതൊരു മിന്നാൻ തുടങ്ങി. വി ഒരു റൂമിൽ പോയി. വീൻ്റെ റൂം മിന്നാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും റൂം. ഹീറോയും അവിടേക്ക് പോയി. ഒരുമാതിരി വി മാത്രം നല്ല വി കുറച്ച് വൈനും കുടിച്ച, അവനക്ക് അത്ര ബോധമില്ലായിരുന്നു. അന്ന് കുറച്ച് റൂമിലാണ് കുറച്ച് വൈനാണ് കുടിച്ചത്. അതുകൊണ്ട് വി അവിടെ ഇരുത്തിയിട്ട് കുറച്ച് ടയർഡ് റൂമിൽ റെസ്റ്റ് എടുക്കുക. ഹീറോയി വന്ന് വീണു. ഇത് വീക്ക് ഷോക്ക്. എങ്ങനെപ്പാ? വീക്ക് ഷോക്കായി. എങ്ങനെ വന്നത്? എന്നാ വെളിയിൽ വന്നതാ എന്ന് വീക്ക് ഷോക്ക്. വി പിടിച്ചു. എന്ത് പറ്റിയപ്പാ? അങ്ങനെ വീണ്ടും ഒരു കിസ് അടിക്കുന്നത്. വീക്ക് എന്താണെന്ന് എടുക്കുന്നത് അറിയില്ല. വി അപ്സെറ്റ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും നൈറ്റ് സ്റ്റേ ചെയ്ത്. വീക്ക് കൺഫ്യൂസ് ആയിരുന്നു. ശരി, ഓക്കെ. പിന്നെ രാവിലെ ഫസ്റ്റ് വീക്ക് കണ്ടു തുറന്നു. അത് അത്ര വൈനൊന്നും വീക്ക് പിടിച്ചില്ലായിരുന്നു. കണ്ണ് തുറന്ന് ബെഡിന് എണീക്കുമ്പോൾ നോക്കുക, ബ്ലഡ്. വീക്ക് കണ്ണ് പോയടായി. എന്ത് ഫസ്റ്റ് ഇവൾക്ക് എൻ്റെ കൂടെ? അത് വീക്ക് ഷോക്ക്. ശരി, ഇവിടെ ഒന്നും ശരിയാവില്ല. വി എന്ത് ചെയ്ത് പറഞ്ഞാൽ ശരി, ഇപ്പം എന്ത് ചെയ്യാം? ശരി, ഓക്കെ, വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഹീറോ എണിച്ചിട്ട് നോക്കുക ഷോക്കായി ഹീറോയ്ക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? വി ശരി. അങ്ങനെ ഹീറോ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെ ഡ്രസ്സ് മാറ്റിയ ഡ്രസ്സ് ഇട്ടിട്ട് വെളിയിൽ ഓടിപ്പോകാൻ തുടങ്ങി. അയ്യോ ഇടുപ്പ് വയ്യാതെ എനിക്ക് ആരെൻ്റെ കൂടെ ഉണ്ടോ അറിയില്ലാതെ ഹീറോ വെളിയിൽ പോകാൻ തുടങ്ങി. വി പറയാൻ തുടങ്ങി, ദാ ഗേൾ ഇങ്ങനെന്താ ഫോട്ടോ കാട്ടി. ഫോട്ടോ എടുത്തിരുന്നു. വി എടുത്ത് ഫോട്ടോ പറഞ്ഞ ഹീറോ വെളിയിൽ വരുമ്പോൾ ഫോട്ടോ വി എടുത്തു. ശരി ഈ ഗേളെ എടുത്തോണ്ട് വാ വണ്ടിയിലിട്ടോ എന്ന് വി പറഞ്ഞു. അങ്ങനെ 2 ബോഡി ഗാർഡ് വന്ന് ഹീറോയുടെ അടുത്ത് ചുറ്റിലിരുന്നു. ഹീറോയ്ക്ക് കാണിച്ച ആരെ വേണം? 2 പേര് ബോഡി ഗാർഡ് പറഞ്ഞു, ആ മാം നിങ്ങൾ വണ്ടിയിൽ കയറിക്കോ, അതുകൊണ്ട് ഞാൻ കയറാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഹീറോയെ കുറച്ച് ആളില്ലാത്ത പ്ലേസിൽ ഇവർ ആരായി പിടിച്ചോണ്ട് പോകുന്നവർ കുറച്ച് ആളില്ലാത്ത പ്ലേസിൽ ക്യാമറയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഈ ബോഡി ഗാർഡ് ഇങ്ങനെ കണ്ണ് കാട്ടി. അങ്ങനെ ഹീറോയിനെ പിടിച്ച് വണ്ടിയിലിട്ട് ഹീറോയെ കൺഫ്യൂസ് ആയിരുന്നു. ആരാ? ഹീറോ വി മാസ്ക് ഇട്ടായിരുന്നു. വി പറയാതാണ് എന്നോട് പിന്നെ സംസാരിക്കാം, നീ എൻ്റെ വീട്ടിൽ പോകാൻ മിണ്ടാതിരുന്നു എന്ന് വി പിടിച്ചു. ഹീറോയി കാണാൻ ഇരിക്കാതെങ്ങി. വിക്ക് ഒന്നും മനസ്സിലായില്ല. വി എടുത്തോണ്ട് വീട്ടിലൊക്കെ വിളിച്ചോണ്ട് പോയി. വി അങ്ങനെ ആ ബോഡി ഗാർഡ് പോയി. വി ചോദിച്ചു, നീ എന്താ ലാംഗ്വേജ് പറയാം? അയ്യോ ഇത് വി മാസ്ക് കുറയാണ് ഷോക്ക്. ഇത് വി ആണല്ലോ. കിംടായം കിംടായം നീ എങ്ങനെ എൻ്റെ ക്ലബ്ബിക്ക് വന്ന? CC ക്യാമറ വന്നു. CC ക്യാമറയിൽ ഹീറോ വരുന്നതും വിഭാഗത്തേക്ക് പോകുന്നത് മാത്രം ഉണ്ടു. അകത്തിന് വരുന്നത് മാത്രമുള്ളത്. അകത്ത് പോകുന്ന വീഡിയോ ഇല്ലായിരുന്നു. വീക്ക് ഷോക്ക്. അവൻ വി ചോദിച്ചു. അതുകൊണ്ട് ഹീറോ പറഞ്ഞു, എന്താ അറിയില്ല, ഞാൻ ഇന്ത്യയിൽ വന്നതാ. ഇത് ഇന്ത്യയല്ലേ കൊറിയനാ? വി ഷോക്ക്. ഇത് ഈ കയ്യിലതായത് അങ്ങനെ പറഞ്ഞായിരുന്നു. ഹീറോക്ക് ഷോക്കായിരുന്നു. പിന്നെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിനെ വീക്ക് പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പറയും വി 2 പേരും നല്ല ഹാപ്പിയായിരുന്നു. ഹീറോയിനെ കാണുന്നില്ല എന്ന് വീട്ടിലെല്ലാം പ്രശ്നമായിരുന്നു. ഹീറോയി വീട്ടിലെ കോൾ ചെയ്ത് പറഞ്ഞു, ഞാൻ ഇത് വേറെ ആയിട്ടുള്ള പ്ലേസിലുണ്ട് എന്ന് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. വി ഹീറോയിനെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടോട് പറയാൻ തുടങ്ങി, ഞാൻ ഇന്ത്യക്ക് പോവാം. അങ്ങനെയായിട്ട് വി പറഞ്ഞു, നിങ്ങൾ ഈ പ്ലേസ്ക്ക് പോകാമെന്ന്. ഹീറോയ്ക്ക് ടൈമായി. ഹീറോയ്ക്ക് പോകാനായി. അങ്ങനെ ഒരു ഡോറ് വന്നു. മാജിക് ഡോർ. അതിൽ